ഹലോ ഹായ് നമസ്കാരം. Donald Trump has broken his silence on the massive release of 3 million Epstein documents, claiming ലോകത്തിലെ ഏറ്റവും ശക്തരായ ചില പേരുകൾ ഒരു മനുഷ്യന്റെ ബ്ലാക്ക് ബുക്കിൽ ഉണ്ടെങ്കിൽ അത് വെറും കോൺടാക്ട് ആണോ അല്ലെങ്കിൽ വലിയ രഹസ്യങ്ങളോ? ഈ രഹസ്യം അറിയുന്നതിന് മുൻപായി ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്ത് യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതിൽ ഇന്ത്യയിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. My case, is your money dirty money? If you would, it might just ask a question. Is your money dirty money? No, it's not. ജെഫ്രി എപ്സ്റ്റീൻ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ കോടീശ്വരൻ. പക്ഷേ ഷോക്കിംഗ് പാർട്ട് എന്തെന്നാൽ ഇയാളുടെ ഫ്ലൈറ്റ് ലോഗ്സ്, കോൺടാക്ട് ബുക്സ്, ഫോട്ടോസ് ഇവയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബിൽ ക്ലിന്റൺ, പ്രിൻസ് ആൻഡ്രൂ, ഡൊണാൾഡ് ട്രംപ്, ബിൽ ഗേറ്റ്സ് പോലുള്ള ശക്തരായ ആളുകളുടെ പേരുകൾ വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക, പേരുകൾ ഉണ്ടെന്നത് കുറ്റം തെളിയിക്കുന്നതല്ല. എന്നാൽ ഇവർ എപ്സ്റ്റീനുമായി ബന്ധത്തിലുണ്ടായിരുന്നുവെന്ന് ഡോക്യുമെന്റുകളും സാക്ഷ്യങ്ങളും പറയുന്നു. എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ഐലൻഡ്, പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ എത്തിച്ച സെക്സ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക്, വലിയ പണം ഇടപാടുകൾ, അവസാനം ജയിൽ സെല്ലിലെ സംശയാസ്പദമായ മരണം, ഇതൊക്കെ കണ്ടപ്പോൾ ലോകം ചോദിച്ചത് ഒറ്റ ചോദ്യം: ഇത് ഒറ്റയാളുടെ കുറ്റമാണോ അല്ലെങ്കിൽ ശക്തരായ ആളുകൾ ഇടപെട്ട ഒരു നെറ്റ്വർക്കാണോ? ഇപ്പോൾ ഷോക്കിംഗ് പാർട്ട് എന്തെന്നാൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബിസിനസ് ബന്ധങ്ങൾ, ഡിപ്ലോമാറ്റിക് കോൺടാക്റ്റുകൾ, സൗത്ത് ഏഷ്യൻ ഫ്ലൈറ്റ് റൂട്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളും ചർച്ചയിലുണ്ട്. പക്ഷേ പേരുകൾ ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലോകം ചോദിക്കുന്നത്, ഇതിൽ ഇന്ത്യൻ ശക്തരായ ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ ഇന്ത്യയിൽ ശക്തരായ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? പ്ലീസ് സേ യെസ് ഓർ നോ. എന്നെ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.